ഓൺലൈനിൽ ലീക്ക് പ്രിന്റ് കണ്ടത് 1.5 കോടിയിലധികം ആളുകൾ. വിജയുടെ അവസാനത്തെ സിനിമയല്ലേ, ഇനി തിയേറ്ററിലെ വിജയ്ക്ക് സിനിമയ്ക്ക് ആള് കയറുമെന്ന് ചോദിച്ചവർക്ക് ഇതാ നോക്ക്. ഇന്ത്യയിൽ മാത്രം അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് 7 കോടി രൂപയാണ് ജനനായകൻ ഇനിയും 3 ദിവസം ബാക്കി നിൽക്കെ ബുക്ക് മൈ ഷോയിലും മറ്റ് ഓൺലൈൻ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസിൽ നിന്ന് നേടിയത്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. അതിൽ കേരളത്തിൽ 2 കോടിയിലധികം രൂപയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. തുടങ്ങി 2.5 മണിക്കൂർ കൊണ്ട് 1 കോടി രൂപ കളക്ഷൻ അടിച്ചു. അത് കഴിഞ്ഞ് പിന്നാലെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു കോടിയും കൂടി അടിച്ചു നിൽക്കുകയാണ്. ജനനായകൻ്റെ ബുക്കിംഗ് സ്വാഭാവികമായിട്ടും വിജയ ആരാധകർ മാത്രമല്ല സിനിമാ പ്രേമികൾ ഉൾപ്പെടെ കാത്തിരുന്നൊരു ബുക്കിംഗ് ആണ്. കാരണം വിജയുടെ 69ാമത്തെ സിനിമ, വിജയുടെ അവസാനത്തെ സിനിമ, CM ആയതിനു ശേഷം വിജയുടെ ആദ്യത്തെ സിനിമ, ടൈറ്റിൽ കാർഡ് മാറുന്ന സിനിമ, ദളപതി വിജയ് മാറി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് സി ജോസഫ് വിജയ് എന്ന് സ്ക്രീനിൽ കാണാൻ കഴിയുന്ന സിനിമ. അങ്ങനെ പല രീതിയിലും നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓർക്കുക, ഈ സിനിമ 3 മണിക്കൂർ 3 മിനിറ്റ് ഉള്ള സിനിമ. ഇത് ഓൾറെഡി കണ്ടിരിക്കുന്നത് 1.5 കോടിയിലധികം ആളുകളാണ്. ഓൺലൈനിൽ ലീക്ക് പ്രിന്റ് ആയിട്ട് കണ്ടവർ, അല്ലാതെ ക്ലിപ്പിംഗ്സ് ആയിട്ട് കണ്ടവർ, മുഴുവൻ സിനിമ കണ്ടവർ, ഫസ്റ്റ് ഹാഫ് മാത്രം കണ്ടവർ, സെക്കൻഡ് ഹാഫ് മാത്രം കണ്ടവർ, അങ്ങനെ ഈ സിനിമയിലെ ഉള്ളടക്കം അറിയാവുന്നവർ തന്നെയാണ് ഇത് തിയേറ്ററിൽ പോയി വീണ്ടും കാണുന്നത്. എന്താ കാരണം? അത് സിനിമയുടെ മഹത്വം കണ്ടല്ല, ഇറ്റ്സ് ദ ബ്രാൻഡ്. വിജയ് എന്ന ബ്രാൻഡ് കാരണമാണ് ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നത്. ഞാൻ എഴുതി തരാം. വേറെ ഏതെങ്കിലും ഒരു നടൻ്റെ സിനിമ ഇതുപോലെ ലീക്ക് ചെയ്യപ്പെട്ട് 1.5 കോടിയിലധികം ആളുകൾ കണ്ട് വൈറസ് പോലെ സ്പ്രെഡ് ആവുന്ന ഒരു സിനിമ ഇതുപോലെ വീണ്ടും മാസങ്ങൾക്ക് ശേഷം തിയേറ്റർ ബുക്കിംഗ് ചാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ പകുതിയുടെ പകുതി പോലും ബുക്കിംഗ് കാണാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ്സ് ദ ബ്രാൻഡ്. ആ വിജയ് എന്ന് പറയുന്ന ബ്രാൻഡ് കാണാൻ വേണ്ടിയിട്ടും അയാളുടെ അവസാന സിനിമ തിയേറ്ററിൽ വന്ന് ആഘോഷിക്കണമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ സിനിമ ഓൺലൈനിലൂടെ കണ്ടവർ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വരുന്നത്. അത് നമുക്കൊരു ചുമ്മാ ഒരു നടനിലേക്ക് വരുന്നതല്ല. ഒരു പുതിയ സിനിമ, ഒരു പുതിയ പ്രോഡക്റ്റ് ഒന്നും കാണാത്തത് പോലും പലർക്കും തിയേറ്ററിൽ ഇപ്പോഴും കാണാൻ മടിയാണ്. കാരണം ടിക്കറ്റ് പ്രൈസ് ഹൈ ആണ്, അതിന് പോകാനുള്ള ചിലവ്, അതിനകത്തുള്ള ക്യാൻറ്റീൻ്റെ ചിലവ്, ഇതൊക്കെ ഓർത്ത് പലരും പോകാറില്ല. ഒരു പുതിയ കണ്ടന്റ്, പുതിയ സിനിമ വന്നാൽ ആ സിനിമയ്ക്ക് നല്ല അഭിപ്രായമുണ്ടോ എന്ന് പലരിൽ നിന്നും കേട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇപ്പോൾ പലരും തിയേറ്ററിലേക്ക് പോകുന്നുള്ളൂ. ആ സാഹചര്യത്തിലാണ് ഒരു സിനിമയുടെ ലീക്ക് പ്രിന്റ് പുറത്തേക്ക് വന്ന് ആ പ്രിന്റ് പല ആളുകളും കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ആ സിനിമ അതേപോലെ തിയേറ്ററിലേക്ക് വീണ്ടും വരുമ്പോൾ കാണാൻ ആൾ നിൽക്കുന്നത്. അതൊരു നടൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഇമ്പാക്റ്റ്, അതൊരു ബ്രാൻഡിന് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഇമ്പാക്റ്റാണ്. ആ ബ്രാൻഡാണ് സി ജോസഫ് വിജയ്. അതുകൊണ്ടാണ് വിജയ് TVK എന്ന പാർട്ടി തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് സമ്മേളനത്തിൽ വിജയ് പറഞ്ഞ കാര്യമുണ്ട്. എൻ കരിയറിന് ഉച്ചത്തിൽ അത് വിട്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ സേവകനായി എത്തുന്നത് എന്നാണ് വിജയ് പറഞ്ഞത്. 69ാമത്തെ സിനിമയാവുന്നുള്ളൂ വിജയ്ക്ക്. വിജയുടെ പ്രായം വളരെ ചെറുതാണ്. ഓരോ വിജയ് ചിത്രങ്ങൾ വരുമ്പോഴും തമിഴ്നാട്ടിലെ സിനിമാ ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അതിപ്പോൾ ഇനി ജനനായകൻ കഴിഞ്ഞ് വേറൊരു സിനിമയാണെങ്കിൽ ജനനായകൻ ഉണ്ടാക്കുന്ന ഓളം എന്താണോ അതിൽ നിന്നും 5% മുതൽ 10% വരെ അധികമായിരിക്കും ജനനായകന് കഴിഞ്ഞിട്ട് ദളപതി 70 എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടെങ്കിൽ അത് വരാൻ പോകുന്നത്. വിച്ച് അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഹി ഈസ് റൈറ്റ് നൗ ദ CM ഓഫ് തമിഴ്നാട്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ആളുകൾക്കറിയാം ഈ സിനിമ എന്നാണ്. പിന്നെ വേറൊരു കാര്യം, ഈ സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ പരന്നിരുന്ന ഒരു കാര്യം, ഇതൊരു നന്ദപുരി ബാലകൃഷ്ണ ചിത്രമായ ഭഗവന്ത് കേസരി എന്ന ചിത്രത്തിൻ്റെ റീമേക്കാണ്. വിച്ച് ഇസ് ട്രൂ. ഭഗവന്ത് കേസരിയുടെ റീമേക്കാണ് ജനനായകൻ. പക്ഷേ there are several changes. TVK പ്രൊമോട്ട് ചെയ്യുന്ന ചേഞ്ചസ് ഉണ്ട്, വിച്ച് ഇനി വിജയ്ക്ക് വേണ്ട. കാരണം അതുപോലെയുള്ള ഇനിയിപ്പോൾ TVK പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈസ് ഓൾറെഡി ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് അല്ലേ. ഇപ്പം ഈ സിനിമ റിലീസ് ചെയ്യേണ്ടിയിരുന്നത് ജനുവരി 9-ാം തീയതിയാണല്ലോ. ഇത് ആളുകൾ കണ്ട് ഇൻഫ്ലുവൻസ് ആയി TVKയിലൂടെ വിജയെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളൊരു ഉദ്ദേശവും കൂടി ജനനായകൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. പക്ഷേ പലവിധ പ്രശ്നങ്ങൾ, CBFCയുടെ പ്രശ്നങ്ങൾ, സർട്ടിഫിക്കേഷൻ ഇഷ്യൂസ് ഒക്കെ കാരണം ഈ ചിത്രം റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ചിത്രം കാണാതെ തന്നെ ജനനായകനുള്ള വിധി ജനങ്ങൾ എഴുതി കഴിഞ്ഞതുകൊണ്ടാണ് 120 സീറ്റിലേക്ക് TVK അധികാരത്തിലേക്ക് വന്ന് വിജയ് മുഖ്യമന്ത്രിയായി ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ ജനനായകൻ എന്ന സിനിമയുടെ ഇമ്പാക്റ്റ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം മാത്രമാണോ? അല്ല. സാധാരണക്കാരായ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വിജയ് ചിത്രമാണെന്ന് പറയുന്നത് ഒരു സെലിബ്രേഷനാണ്, ഒരു ആഘോഷമാണ്. ആ ആഘോഷം തിയേറ്ററിൽ നിന്ന് ആഘോഷിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക, അതാണ് എല്ലാവരുടെയും ആഗ്രഹം. പിന്നെ മാത്രമല്ല, സാധാരണ ഈ വിജയ് ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നത് ഒന്ന് ദീപാവലി, പൊങ്കൽ, ക്രിസ്മസ്, സംക്രാന്തി ഇതുപോലുള്ള പല വിശേഷ ദിവസങ്ങളാണ്. ഇതിറങ്ങുന്ന ആലോചിക്കുക, ഒരു ജൂലൈ 23 ഒരു റാൻഡം ഡേറ്റ്. ആ റാൻഡം ഡേറ്റ് ഫെസ്റ്റിവലാക്കി മാറ്റാൻ തയ്യാറെടുക്കുകയാണ് ഇവിടുത്തെ ആരാധകർ. അതും കണ്ട ഒരു സിനിമ, ഐ റിപ്പീറ്റ്, കണ്ട ഒരു സിനിമ. അവിടെയാണ്
ബ്രാൻഡിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അവിടെയാണ് ബ്രാൻഡ് വിജയ്, ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു, ഒരു ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തുന്ന രീതിയിലേക്ക് മാറ്റുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പാണ് തമിഴ്നാട്ടിൽ ഒരു മാസീവ് വിജയം എന്ന് പറയാൻ കഴിയുന്നത്, വിച്ച് ഇസ് കറുപ്പ്. സൂര്യ ചിത്രമാണ്, 300 കോടിയിലധികം കളക്ട് ചെയ്ത ചിത്രമാണ്. പക്ഷേ ഇന്ന് തമിഴ്നാട്ടിൽ ലാക്ക് ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഫിലിമാണ്. അതിനുവേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നതാണ് തമിഴ്നാട്ടിൽ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. അവിടെ അവരുടെ അവസാനത്തെ നായകൻ്റെ അവസാനത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആരാധകരോട് കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ജനനായകൻ്റെ ബുക്കിംഗ് ഇത്രയും വലിയ ലെവലിലേക്ക് പോകുന്നത്. 7 കോടിയിലധികം രൂപ ഇന്ത്യയിലൊട്ടാകെ തന്നെ ഇപ്പോൾ കളക്ട് ചെയ്യുന്നൊരു സാഹചര്യം. അത് ഇനിയുണ്ട്, 2 ദിവസം ഇനി അഡ്വാൻസ് പ്രീ സെയിലിന് ബാക്കിയുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇനി കൂടത്തേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.